ജീവനുള്ള നമ്മുടെ ദൈവം തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സർവ്വ ആശ്വാസങ്ങളുടെയും ഉറവിടം എന്നാണ്. ആശ്വാസം നഷ്ടപ്പെട്ട അനേക വ്യക്തികൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ സർവ്വ ആശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 6-ാമത്തെ വചനം ആകുന്നു നമ്മളിവിടെ വായിച്ചത്. മനുഷ്യജീവിതം ഒരു വയൽ പോലെയാണ്. നാം പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹവും സഹായവും എല്ലാം വിത്തുകൾ പോലെയാണ്. അത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അത് വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. നാം എന്താണോ കൊടുക്കുന്നത്, നൽകുന്നത്, അത് ഒരു നാൾ നാം കൊയ്യേണ്ടി വരും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. വിതയ്ക്കുന്നത് കൊയ്യും എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. കർഷകൻ വയലിൽ വിത്ത് വിതയ്ക്കുന്നു. വിതയ്ക്കുന്നത് അല്പമാണ്, പക്ഷേ കൊയ്തെടുക്കുമ്പോൾ അതിലൊരു വലിയ സമൃദ്ധി ഉണ്ടാകും. വിതയ്ക്കാതെ കൊയ്യാൻ പറ്റില്ലല്ലോ. കർഷകൻ വിത്ത് വിതച്ചതിന് ശേഷമാണ് വിളവനായി കാത്തിരിക്കുന്നത്. അതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ സ്നേഹം, വിശ്വാസം, കരുണ, ദാനധർമ്മങ്ങൾ, ഈ വിത്തുകളെല്ലാം വിതച്ചുകൊണ്ടേയിരിക്കണം. നല്ലത് വിതച്ചാൽ നല്ല ഫലം ലഭിക്കും. ദോഷം വിതച്ചാൽ ദുഃഖമായിരിക്കും നാം കൊയ്തെടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഒരു വലിയ സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ലോഭമായി വിതയ്ക്കുന്നവൻ ഒരിക്കലും സമൃദ്ധി അനുഭവിക്കുകയില്ല. ലോഭം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് അത് മനുഷ്യഹൃദയത്തിൻ്റെ ഇടുക്കത്തെ കാണിക്കുന്നതാണ്. കണക്കുകൂട്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. കണക്കുകൂട്ടി നൽകുന്ന മനസ്സാണ്. ഒരിക്കലും ആ വ്യക്തിക്ക് സമാധാനത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ ഭൗതിക അനുഗ്രഹങ്ങളുടെയോ സമൃദ്ധി എങ്ങനെ അനുഭവിക്കുവാനായിട്ട് കഴിയും? ഞാൻ കൊടുത്താൽ എനിക്ക് കുറഞ്ഞു പോകുമോ എന്ന ഭയം ഉള്ളിടത്ത് ഈ വാഗ്ദത്തം നിവൃത്തിയാകുന്നില്ല. ദൈവം നോക്കുന്നത് നാം എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ്. സന്തോഷത്തോടും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി നാം വിതയ്ക്കുന്ന വിത്തുകളെല്ലാം ആർപ്പോടെ കൊയ്യുവാനുള്ള ദിവസം നമുക്ക് ദൈവം ഒരുക്കി തരും എന്നുള്ളതാണ് വചനം പഠിപ്പിക്കുന്നത്. ധാരാളമായി വിതയ്ക്കുന്നത് മറ്റുള്ളവർക്ക് ഒത്തിരി ദാനധർമ്മങ്ങൾ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരാശ്വാസവാക്ക്, ഒരു സഹായഹസ്തം, വേദനിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചില പ്രാർത്ഥന, കണ്ണുനീർ തുടയ്ക്കുന്ന സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ ദൈവസന്നിധിയിൽ വിത്തുകൾ പോലെയാണ്. നാം ചെയ്യുന്ന ചെറിയ നന്മകൾ മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നാം ഒരാളോട് പറയുന്ന നല്ലൊരു വാക്ക് അവൻ്റെ നിരാശകളെ മാറ്റിയേക്കാം. നാം ആർക്കെങ്കിലും വേണ്ടി മനസ്സറിഞ്ഞ് കഴിക്കുന്ന പ്രാർത്ഥന അവൻ്റെ ജീവിതത്തെ ഉയർത്തിയേക്കാം. വിതച്ച ഉടനെ വിളവ് ലഭിക്കണം എന്നൊരു കർഷകനും പ്രതീക്ഷിക്കുന്നില്ല. വിതച്ച ശേഷം കൃഷിക്കാരൻ ക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ മഴയും സൂര്യപ്രകാശവും ലഭിക്കുവാൻ കാത്തിരിക്കുന്നത് പോലെ ആ കാത്തിരിപ്പിൽ വിത്ത് മുളയ്ക്കുന്നു, അത് വിളവാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൽപ്രവൃത്തികളും ദാനധർമ്മങ്ങളും സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ പ്രവൃത്തികളും ഒക്കെ നാം ചെയ്തിട്ട് ദൈവത്തിൻ്റെ സമയം വരെ നാം കാത്തിരിക്കുമ്പോൾ തീർച്ചയായും കൊയ്തെടുക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തളർന്നു പോകരുത് എന്ന് പറയുന്നത്. ദൈവം വിത്തിനെ വർദ്ധിപ്പിക്കുന്നവനാണ്. ചെറിയ വിത്തിൽ നിന്ന് സമൃദ്ധിയായ ഒരു വിളവ് നൽകുന്നത് പോലെ ഏത് ചെറിയ പ്രവർത്തനത്തെയും, ഏത് ചെറിയ ചെയ്തികളെയും ദൈവത്തിന് വലിയ അനുഗ്രഹമാക്കുവാൻ കഴിയും. മനുഷ്യൻ്റെ കണ്ണിൽ ചെറുതെന്ന് തോന്നിയാലും
ദൈവത്തിൻ്റെ കൈകളിൽ അത് വലിയ അനുഗ്രഹമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നിത്യജീവിതത്തിനായിട്ട് നാം വിതയ്ക്കണം. വിശുദ്ധി വിതയ്ക്കണം, സ്നേഹം വിതയ്ക്കണം, ഭക്തി വിതയ്ക്കണം, സുവിശേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കണം. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം ലോഭമായി വിതയ്ക്കുന്നവരാകരുത്. ധാരാളമായി വിതയ്ക്കുന്ന ജീവിതം നമ്മിൽ ദൈവം കാണട്ടെ. കാരണം പ്രകൃതിയുടെ നിയമമാണ്, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. ഇന്നലെ നാം വിതച്ചത് ഇന്ന് നാം കൊയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് വിതയ്ക്കുന്നത് നാളെ കൊയ്യും. ഇന്നലെ തിന്മയും ദോഷവും അസൂയയും പിണക്കവും ഒക്കെ നാം വിതച്ചെങ്കിൽ ഇന്നോ നാളെയോ നാം അത് കൊയ്യും. അതുകൊണ്ട് നമുക്ക് ജഡത്തിൻ്റെ പ്രവൃത്തികൾ വിതയ്ക്കാതെ ആത്മാവിൻ്റെ ഫലങ്ങൾ, പ്രവൃത്തികൾ, അത് നമുക്ക് വിത്ത് പോലെ നമുക്ക് വിതയ്ക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. നന്മ വിതയ്ക്കുന്നവരായി, നല്ലത് വിതയ്ക്കുന്നവരായി ഞങ്ങളെല്ലാവരും മാറട്ടെ. ഞങ്ങൾ വിതച്ചത് കൊയ്യും എന്നുള്ള പ്രകൃതി നിയമം എപ്പോഴും ഓർത്തിരിക്കട്ടെ. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് നന്ദി.